ഹലോ അസ്സാം വലൈക്കും ബാബ്സ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചങ്കള നമ്മളുള്ളത് നമ്മുടെ വേങ്ങരയിലാട്ടോ. പരപ്പനങ്ങാടി ഡയൽ പ്രദേശമായ വേങ്ങരയിൽ ഒരു അടിപൊളി എക്സ്പോ വന്നിട്ടുണ്ട്, മറൈൻ എക്സ്പോ. അവൻ വെറും ഒരു 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളെ കാത്തിരിക്കുന്നത് ഈ ഒരു ഒരു എന്താ പറയുക, ഒരു സ്നോ ഫാൻറ്റസി ലെവലിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവരിതിന് കാശ്മീർ എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്, പക്ഷേ കാശ്മീരൊന്നല്ല, എന്നാലും അത്യാവശ്യം ഒരു തണുപ്പും പിന്നെ കുറച്ച് ഫൗണ്ടൈൻസ് വാട്ടർഫോൾസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി കുറേ മൃഗങ്ങളുടെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല രസമായിരിക്കും. ഈ മറൈൻ എക്സ്പോയിലെ ഒരു മെയിൻ മറൈൻ എക്സ്പോ ആണല്ലോ, അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഒരു ഫിഷ് ടണൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളെ തലക്ക് മീതെ കൂടിയും സൈഡിലൂടെയൊക്കെ വിവിധ വലുപ്പത്തിൽ വിവിധ നിറത്തിൽ മീനുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വലിയ അരാപ്പയ്മ മുതൽ ചെറിയ നല്ല രസമുള്ള കളർ മീനുകൾ, ഒരു നല്ല അടിപൊളി നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സെറ്റപ്പ് സംഭവം കേട്ടോ. അപ്പോൾ ഒഴിവുള്ളവരൊക്കെ ഒന്ന് ഇതിലൂടെ ഇങ്ങനെ പോയി നോക്കാം. വെറും 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. 5 വയസ്സിൻ്റെ മുകളിലുള്ളവർക്കാണ് ടിക്കറ്റ് വേണ്ടത്. ഇത് കണ്ടോ, ആയിരക്കണക്കിനെന്ന് പറഞ്ഞാൽ പോലെ 10,000കണക്കിന് മീനുകൾ നമ്മുടെ തലൻ്റെ മേലെ കൂടെ നീന്തി തുടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് സാധനം ഇതാ ഈ കാണുന്നതാണ് മക്കളെ. ഇതാണ് ഇതിനുള്ളിലെ മത്സ്യകന്യക. മത്സ്യകന്യക എന്ന് പറഞ്ഞാൽ പോരാ, നല്ല മൊഞ്ചുള്ള മത്സ്യകന്യക. നമുക്കൊരു ക്രഷ് അടിച്ച് പോകുന്ന ലെവലിലുള്ള മത്സ്യകന്യക. ഇവരിങ്ങനെ കുട്ടികളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മത്സ്യകന്യക ഇവരെ സമ്മതിക്കണം. എത്ര സമയമാണെന്നറിയാം ശ്വാസം പിടിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നത്. കുട്ടികളെ നല്ല രീതിയിൽ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. എൻ്റെ മോനൊക്കെ നല്ലൊരു കിസ്സൊക്കെ കൊടുത്തു. അവനോട് ഇപ്പോൾ അവിടുന്ന് പോയി വന്ന് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും മുഞ്ഞാമുഞ്ഞി എന്താ തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ തന്നെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു അടിപൊളി സംഭവമാണ്. വലിയ പൈസ ഒന്നുമില്ല, 100 രൂപയുള്ളൂ കേട്ടോ ടിക്കറ്റിന്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ഷോപ്പിംഗ് സ്ട്രീറ്റിൽ നല്ല കളിപ്പാട്ടങ്ങൾ കാര്യങ്ങൾ, പിന്നെ നമ്മളെ നൊസ്റ്റാൾജി ജനിപ്പിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പഴയ കാലത്തെ മിഠായികൾ കാര്യങ്ങൾ, പിന്നെ അതേമാതിരി നമ്മളെ ചിരട്ടമൽ പണ്ട് നമ്മൾ പേരെഴുതി മോതിരം ഉണ്ടാക്കൂല, അങ്ങനത്തെ സെറ്റപ്പൊക്കെ. പിന്നെ ഇതേമാതിരി നല്ലൊരു അടിപൊളി പാർക്കും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റാണ്. നല്ല ഏന്ന് പറഞ്ഞാൽ പിന്നെ